ഹായ് നമസ്കാരം, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നല്ല, നമ്മൾ കുറച്ച് പണ്ട് ഒരു 4-5 വർഷം മുന്നേ പോയൊരു യാത്രയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അന്ന് ഞങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ് പോയത്. ശരിക്കും ഡൽഹിക്ക് ഇങ്ങനെ പോയതാണ്. അവിടുന്ന് അപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് പല വഴിക്ക് ഇങ്ങനെ പോയതാണ്. അവിടുന്ന് ഞങ്ങൾ പോയത് കുളു മണാലിക്കാണ്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഒരു ബിയാസ് നദിയിലൊരു അഡ്വഞ്ചറസ് ആയിട്ടൊരു ബോട്ട് യാത്ര ഉണ്ടായിരുന്നു. അതുപോലെ കുളു മണാലിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നത് ഋഷികേശ് ഹരിദ്വാർ വഴിയായിരുന്നു. അപ്പോൾ യാത്ര കുറച്ച് ആത്മീയവും കൂടിയായി. പക്ഷേ ഈ ഋഷികേശിൽ നമുക്ക് സാധാരണ വിചാരിക്കും നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു ആത്മീയ സ്ഥലം പോലെ, പക്ഷേ അവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലം കൂടിയുണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ട് ഈ ബഞ്ചി ജമ്പിങ്, ഫോക്സ് ഫ്ലൈയിങ് ഒക്കെ ചെയ്യുകയുണ്ടായി. വളരെ ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമാണെന്നുണ്ടായത്. അപ്പം ആ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ മൊത്തമായിട്ട് കാണാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ശരി. ഞങ്ങളിപ്പോൾ ഋഷികേശിലാണ്. ഋഷികേശ് ഇന്ത്യയുടെ ആത്മീയ സാഹസിക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഗംഗാനദിയോട് ചേർന്ന് പുണ്യനഗരമായ ഹരിദ്വാറിൽ നിന്നും 25 കിലോമീറ്റർ ദൂരെ ഋഷികേശ് സ്ഥിതി ചെയ്യുന്നു. ദ ഗേറ്റ് വേ ടു ഹിമാലയാസ്, ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നും അറിയപ്പെടുന്നു. ഗംഗയുടെ പോഷക നദിയായ ഹൈവുൾ നദിക്ക് മുകളിലുള്ള ചെങ്കുത്തായ മലനിരകളിലെ സാഹസിക വിസ്മയങ്ങൾ ആസ്വദിക്കുവാനാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര. ഒരു അഡ്വഞ്ചറസ് ജേർണിക്ക് വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ശബ്ദപൂരിതമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട റീനിഷാൽ അത് ചാടാനായിട്ട് പോവുകയാണ്. ഏകദേശം 25 നിലയുടെ പൊക്കം ഉണ്ടെന്നാണ് പറയുന്നത്. 82 മീറ്റേഴ്സ്, 83 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 10 തെങ്ങിൻ്റെയൊക്കെ പൊക്കം കാണും. അവിടുന്ന് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ചെറിയൊരു ചെറിയൊരു ചരടിൽ തൂങ്ങി കാലിൽ കെട്ടി താഴേക്ക് അഗാധ കൃത്യത്തിലേക്ക് ചാടാൻ പോവാണ് നമ്മുടെ റീനിഷാൽ. അപ്പോൾ റീനിഷാലിന് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഒരു വാക്ക് നോക്കട്ടെ. എനിവേ, കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ബാക്കിയോടെ വീണ്ടും കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഡൽഹിയിൽ നിന്ന് കുളു മണാലി പോയി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഋഷികേശിലെത്തുന്നത്. ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന് അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം അവിടെ എത്തിയത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള റിനീഷ് ഡാനിൽ എന്താണ് ബഞ്ചി ജമ്പിങ് ചെയ്യണം. ബഞ്ചി ജമ്പിങ് ചെയ്യണം. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഫോക്സ് ഫ്ലൈയിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഋഷികേശ് ടൗണിൽ നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ ജമ്പിങ് ഹൈറ്റിൽ ജംപ് സോണിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഏകദേശം 4 മണിയോടെ അവിടെ എത്തി. ക്രോസിംഗ് ടൈം അടുത്ത് വന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ ബഞ്ചി ജമ്പിങ്ങിന് ഒരു അരമണിക്കൂറോളം അധികം സമയം എടുക്കേണ്ടതാണ്. അപ്പോൾ ആ നേരം റീനിഷാൽ ജമ്പിങ്ങിന് വേണ്ടി പോയി. ഞങ്ങൾ അതുപോലെ ബൈ ദ ടൈം ഫോക്സ് ഫ്ലൈങ്ങിനും പോയി. അപ്പോൾ ഈ ജമ്പിങ് അതാണ് അവിടുത്തെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനം. അതിൻ്റെ ജമ്പിങ് നമുക്ക് ഇപ്പോൾ കാണാം. അതിന് ശേഷം നമുക്ക് റീനിഷാൽ അതിൻ്റെ എക്സ്പീരിയൻസ് അതെങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചെയ്തതെന്നും കൂടി പറയാം. അപ്പോൾ നമുക്ക് ആ ജമ്പിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം.
ഇവിടെ 10 മുതൽ 15 സെക്കൻഡ് വരെ നമുക്ക് ഫ്രീ ഫോൾ ആസ്വദിക്കാം. ബഞ്ചി ജമ്പിംഗ് ബേസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥിരം വേദിയാണിത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം റീഷാളിൻ്റെ ജമ്പ് കണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഈ ജമ്പിൻ്റെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ ജമ്പ് ചെയ്ത ആളോട് തന്നെ ചോദിക്കാം. റീഷാൽ ഒന്ന് പറയുമോ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ആദ്യം ഈ ചാടാൻ പോയിട്ട് നിങ്ങൾ മടിച്ചു നിന്ന് എന്തിനാണ്? പിന്നെ രണ്ടാമത് ചാടിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം എന്താണെന്ന് ഞങ്ങളെല്ലാം വളരെ ക്യൂരിയസ് ആണ് കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓവർ ടു റീഷാൽ. ഹായ്. അപ്പോൾ ഞാനിത് ചെയ്തത് ഋഷികേശിൽ വെച്ചിട്ടാണ് ചെയ്തത്. ആക്ച്വലി ന്യൂസിലാൻഡാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ന്യൂസിലാൻഡിലാണ് ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉള്ളത്. ഇവിടുത്തെ ഋഷികേശിലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 272 ഫീറ്റാണ് അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് റിസ്കുകളൊക്കെ ഉണ്ട്. റിസ്കുകൾ ഇല്ല നമുക്കൊരിക്കലും പറഞ്ഞുകൂടാ. എങ്കിലും നമുക്ക് ആ ഒരു റിസ്കിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുക. ബഞ്ചി ജമ്പിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ കാലിനോട് ഒരു റോപ്പ്, ഇലാസ്റ്റിക് റോപ്പ് കിട്ടിയിട്ട് നമ്മളൊരു വലിയൊരു ഹൈറ്റിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടുന്ന ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഋഷികേശിലുള്ളതും നല്ല ന്യൂസിലാൻഡിൽ നിന്നുള്ള ക്രൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല എക്സ്പേർട്ട് ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളവിടെ അവർ കൺസെൻറ്റുകളെല്ലാം എഴുതി വാങ്ങും. അതായത് നമുക്ക് വേറെ ഹിസ്റ്ററികളൊന്നുമില്ല, ആസ്മല്ല, പിന്നെ ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങളില്ല, BP ഇല്ല, റീസെൻറ്റ് ഫ്രാക്ചേഴ്സ് ഒന്നുമില്ല, അങ്ങനെയുള്ള എല്ലാം നമ്മളെടുത്ത് അവർ എഴുതി കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷം ഒരു എമർജൻസി കോൺടാക്റ്റും വരും, അവർ എഴുതി വാങ്ങിക്കും. മീൻസ് നമുക്ക് എന്ത് സംഭവിച്ചാലും അവരെ ടീമിന്, അവർ കമ്പനി യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിൽ അവർ എഴുതി മേടിക്കും. പിന്നെ അങ്ങനെയുള്ള കൺസെൻറ്റൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ബെഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരെ നമ്മളെ കൊണ്ടുപോകും. ആ സമയത്ത് ചെറിയൊരു പേടി നമുക്കുള്ളിലുണ്ടാവും, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്യാവുന്നുള്ളൂ, വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ആ അറ്റത്തെത്തി നമ്മൾ കാലിൽ ഇതൊക്കെ സേഫ്റ്റി സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ബോഡിയിലേക്കും കൂടെ അതിൻ്റെ ഒരു കയർ പോകുന്നുണ്ട്. അതെല്ലാം കൂടെ പോയിട്ട് നമ്മൾ ആ അറ്റത്തെത്തിയിട്ട് അവരോട് പറഞ്ഞു, പിന്നെ നേരെ നോക്കാവുള്ളൂ, താഴോട്ട് നോക്കരുതെന്ന് പറഞ്ഞു. താഴോട്ട് നോക്കിയാൽ പേടിയാവും, അതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ താഴോട്ട് നോക്കി. ആ സമയത്ത് എനിക്ക് പേടിയായിരുന്നു ആക്ച്വലി. പക്ഷെ ആ പേടിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആ പേടിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു. ആ റിയൽ അഡ്രിനാലിൻ പമ്പിങ് നമുക്ക് ശരിക്കും കിട്ടും. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പം നമ്മൾ ഹമ്പ് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എയറിൽ നിന്നിട്ട് താഴുമ്പോഴുള്ളൊരു ഫീലില്ലേ, നമ്മളെ വയറിനുള്ളിൽ നിന്നൊരു കാളലില്ലേ, ആ ഒരു ഫീല് നമുക്ക് ഒരുപാട് ടൈം കിട്ടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്നതിന് ശേഷം നമ്മളൊരിക്കലും ഉന്തി തള്ളിയിടില്ല. നമ്മളായിട്ട് തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു പേടി നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മളായിട്ട് എടുത്ത് ചാടണം. എന്നാലാണ് അതിൻ്റെ ഒരു റിയൽ ഫീല് നമുക്ക് കിട്ടുക. അങ്ങനെ ഒരു 1 2 3 ബഞ്ചി എന്ന് പറയും. ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് ചാടണം. അങ്ങനെ ഞാൻ എടുത്ത് ചാടി ആ ഒരു പേടിനെ ഞാൻ ബ്രേക്ക് ചെയ്തു. പിന്നെ അത് ചാടി കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം മുകളിലേക്ക് പോകുന്നൊരു ഫീലാണ് നമുക്ക് അന്നപ്പം ഉണ്ടാവുക. പിന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് തവണ കോയിൽ ചെയ്യും. ഇലാസ്റ്റിക് റോപ്പായതുകൊണ്ട് ഇത് ഒരുപാട് തവണ കോയിൽ ചെയ്യും. ആ സമയത്ത് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയറ് നമ്മൾ പിടിക്കാൻ ട്രൈ ചെയ്തത്. നമ്മളൊക്കെ അടുത്തേക്ക് കയറിങ്ങനെ വരും കോയിൽ ചെയ്യുമ്പോൾ, അത് പിടിക്കാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനതും പിടിക്കാൻ നോക്കി. എന്താണെന്നുള്ള കാരണം എനിക്ക് ആക്ച്വലി അറിയില്ല. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊന്ന് കീഴടക്കി എന്നുള്ളൊരു ഫീലാണ് ഉണ്ടാകുക. ഇനിയിത് ലോകത്തിന് എന്ത് വന്നാലും നമ്മൾ നേരിടുന്നുള്ള ഒരു ധൈര്യം നമുക്ക് അങ്ങോട്ട് കിട്ടും. അങ്ങനെ ഒരു വല്ലാത്തൊരു ധൈര്യം അതിൻ്റെ അകത്തുനിന്ന്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും നിങ്ങളെല്ലാവരും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും ബഞ്ചി ജമ്പിങ് ചെയ്യണം എന്നാണ്. അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ നോക്കിയിട്ട് നല്ല സ്ഥലങ്ങളിൽ, ഇതുപോലെ ന്യൂസിലാൻഡോ അല്ലെങ്കിൽ ഋഷികേശ് ഒരു ഓപ്ഷനാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തുനിന്ന് നല്ല ഹൈറ്റിൽ നിന്നുള്ള തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളതുപോലുള്ള ഐറ്റംസ് ചെയ്യാം. അപ്പം ഇനി വേറെ എന്തെങ്കിലും ഇതുപോലെ ഇനിയിപ്പോൾ സ്കൈ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ പാരാഗ്ലൈഡിങ് ഒരു തവണ ചെയ്തു, അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. എനിവേ ബാക്കിയുള്ളത് നമുക്ക് വഴിയെ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജമ്പിങ് കണ്ടു, ജമ്പിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറക്കാൻ പോവാണ്. പറക്കാൻ ആഗ്രഹമില്ലാത്ത ആരും കാണില്ലല്ലോ.
കുറേ നാളത്തേക്ക് ആഗ്രഹമായിരുന്നു പറക്കുക എന്നുള്ളത്. അപ്പോൾ അതാണിത്. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഈ ഫോക്സ് ഫ്ലൈങ് അല്ലെങ്കിൽ ഫ്ലൈങ് ഫോക്സ് നടക്കുന്ന സ്ഥലമാണ് ഈ ഋഷികേശിലേത്. അപ്പോൾ ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് കെട്ടിയിരിക്കുന്ന വലിയൊരു കയറിൽ നമ്മളെ കെട്ടിയിട്ട് ഇങ്ങനെ പറത്തി വിടുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നടക്കാം. അടിപൊളി കാഴ്ചകളാണ്. ശരി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ ഈ ഫോക്സ് ഫ്ലൈങ് കണ്ട് കാണുമല്ലോ, ഇതും വളരെ അഡ്വഞ്ചറസ് ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. നമ്മൾ ഈ പെട്ടെന്ന് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു വിടുമ്പോൾ ഒരൊറ്റ പോക്കുണ്ടല്ലോ, ഗംഭീരമായിരുന്നു. പിന്നെ മറ്റേ ബഞ്ചി ജമ്പിങ്ങിൻ്റെ അത്രത്തോളം നമുക്ക് പേടി തോന്നുമെന്ന് തോന്നുന്നില്ല. ചില 3 പേരുണ്ടല്ലോ, 3 പേരുള്ളപ്പോൾ നമ്മളങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ പോയിട്ട് വന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഇതേപോലെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ സേഫ്റ്റി മെഷേഴ്സ് ഒന്നുമില്ല, വീട്ടിൽ നിന്ന് ഇങ്ങനെ ചാടുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇതൊക്കെ ചെയ്യുന്നത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. വളരെ സേഫായിട്ടുള്ള ഇതിലാണ് ചെയ്യിക്കുന്നത്. പിന്നെ ചിലർ ചോദിക്കും, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് ചാടുന്നതും വെള്ളത്തിനടിയിലേക്ക് പോകുന്നതും ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് എന്തിനാണ് ചെയ്യുന്നത്, ഇവർക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ എന്താ പറയുക, നമ്മുടെ ഈ നമുക്ക് കുറേ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാവും അല്ലേ, ഇതൊക്കെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ വരും ജീവിതത്തിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, അതിനെ നേരിടാനുള്ളൊരു ബലമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇതുപോലുള്ള സേഫായിട്ട് സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ എല്ലാം ഈ ഇന്ന് കണ്ട കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പം മറ്റ് സുന്ദര കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.